ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മീൽ ടു നൈറ്റ്. ഇന്ന് ഞാനിവിടെ മേത്തി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ്റെ ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ഫ്രഷ് ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2 ബഞ്ച് മേത്തിയുടെ ഇല ഇതേപോലെ നുള്ളി എടുത്തിട്ടുണ്ട്, ഇല മാത്രം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, സാധാരണ മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, നല്ല ജീരകം പൊടിച്ചത് 2 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, 1 പച്ചമുളക്, 2 സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 തക്കാളി, തൈര് 1 ടേബിൾ സ്പൂൺ. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണ നമ്മുടെ ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സവാള ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള കുറച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിട്ട് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം പോണവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധാരണ മുളക് പൊടി അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുളകിൻ്റെ കുത്ത് പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ, അത് 2 ടൊമാറ്റോ ആയിരുന്നു, നല്ല പഴുത്ത ടൊമാറ്റോ ആണ്, അതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ മല്ലിപ്പൊടിയും അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് സാധാരണ നമ്മുടെ മല്ലിപ്പൊടിയും ഇതൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആണെങ്കിൽ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കില്ലേ. ഇത് നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ ഞാനിവിടെ ജീരകം പൊടിച്ചത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഈ മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഒന്ന് ചിക്കൻ്റെ എല്ലാ പോർഷനിലും ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ.
ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ലോ ടു മീഡിയം ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. രണ്ട് മിനിറ്റ് കൂടി ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒലിവയുടെ ഇല, അതായത് മേത്തി ലീവ്സ്, അതിട്ട് കൊടുക്കാം. മേത്തി ലീവ്സ് ഇപ്പോൾ ഞാനിവിടെ 2 പഞ്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 4 എത്ര വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മുടെ മേത്തി ലീവ്സ് ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുന്നതിന് മുമ്പ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തൈര് അത് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയി. അതും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഗരം മസാലയിൽ ഞാനൊരു നുള്ള് കസൂരി മേത്തി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസൂരി മേത്തി ഓപ്ഷനിലാണ്, കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ മേത്തി ലീവ്സ്, ഫ്രഷ് മേത്തി ലീവ്സ് അല്ല ഇടുന്നത്. അപ്പോൾ കസൂരി മേത്തി ഓപ്ഷനിലാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കസൂരി മേത്തി ഇട്ടിരിക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ഇവിടെ ചിക്കൻ മേത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.